ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 22 വിശുദ്ധ മേരി മഗ്ദലേനായുടെ തിരുനാൾ. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലും പുനരുത്ഥാനത്തിലും പ്രത്യക്ഷപ്പെട്ട മേരി മഗ്ദലേനയും 7 പിശാചുക്കൾ പുറത്താക്കപ്പെട്ട മേരിയും ബഥാനിയായിലെ ലാസറിന്റെ സഹോദരി മേരിയും ശമയോന്റെ വിരുന്നിന്റെ നേരത്ത് ഈശോയുടെ പാദത്തിൽ വീണ അജ്ഞാത നാമമായ പാപിനിയും ഒന്നാണെന്നും രണ്ടാണെന്നും മൂന്നാണെന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ശമയോന്റെ വിരുന്നിന്റെ നേരത്ത് കർത്താവിൻ്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനി മേരി മഗ്ദലന അല്ലെന്നാണ് ആധുനികർ പലരും പറയുന്നത്. ഗാഗുൽത്തായിൽ മേരി മഗ്ദലേന കുരിശിനരികെ നിന്നതും മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതും ഉത്ഥിതനായ ഈശോ മേരി മഗ്ദലേനയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടതും അനിഷേധ്യ വസ്തുതകളാണ്. ഈശോ അത്യധികം സ്നേഹിച്ച ഒരാളാണ് മേരി മഗ്ദലേന. മേരി മഗ്ദലേന എഫേസൂസിൽ മരിച്ചുവെന്ന് ഒരു അഭിപ്രായമുണ്ട്. ഫ്രാൻസിൽ പ്രൊവൻസ് എന്ന ഡിസ്ട്രിക്റ്റിൽ ലാസറും സഹോദരിയുമൊപ്പം ജീവിച്ചു മരിച്ചുവെന്നും പറയുന്നുണ്ട്. മേരി മഗ്ദലേനയുടെ തിരുനാൾ അപ്പോസ്തലന്മാരുടെ തിരുനാളിൻ്റെ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി. ക്രിസ്തു ഉയർത്തു എന്ന സർവ ജനപദങ്ങളോടും അറിയിക്കേണ്ട സന്ദേശം അപ്പോസ്തലന്മാരെ അറിയിച്ചത് മേരി മഗ്ദലേനയാണ്. വിശുദ്ധ മേരി മഗ്ദലേന ഞങ്ങൾക്കും ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ ഇടയാക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.